ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. പലതരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഡൗട്ട്സിനൊക്കെ ഉത്തരങ്ങളായിട്ടാണ് ഡോക്ടർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ സുഖമായിട്ടിരിക്കുന്നല്ലേ? ആയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മളെ മാതാപിതാക്കളൊക്കെ എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾ നന്നാവണം എന്നൊരു ചിന്തയിൽ ഇപ്പോൾ ഓട്ടത്തിലാണ് അല്ലേ? ലോകമെമ്പാടുമുള്ള മാതാപിതാക്കൾ അങ്ങനെ തന്നെയാണ്. അവരെ എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ള ഒരു തോട്ടിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അപ്പൊ ഈ പെർഫെക്റ്റ് ആക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ പേരൻസ് സ്വയം പെർഫെക്റ്റ് ആണോ എന്ന് ചിലപ്പോൾ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ പേരൻസിനെ റോൾ മോഡൽ ആക്കിയിട്ടാവാം കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും നന്നായി ചെയ്യണം എന്ന് കുട്ടികളോട് പറയുമ്പം ആദ്യം നിങ്ങൾ അത് ചെയ്യൂ എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വരൂന്ന് എന്നൊക്കെ പറയുന്നുണ്ടാവാം. അതെ തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഡോക്ടർ അങ്ങനത്തെ കേസസ് ഒക്കെ ഡീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം ഒരു മാനസിക രോഗ ചികിത്സകൻ എന്നുള്ളതിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ടും കോമൺ ആയിട്ടുള്ള അതെ. പക്ഷെ ഇപ്പോൾ ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നൊരവസ്ഥയുണ്ട്. പലപ്പോഴും പല രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ ചില കാര്യങ്ങളിലേക്ക് കുട്ടികൾ എത്തണമെന്നോ അല്ലെങ്കിൽ ചീത്തയാവണമെന്നോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർ ചില കാര്യങ്ങളിൽ അവർ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അതിലുള്ള ഇടപഴകൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലെത്തിപ്പെടുക. അപ്പം അത് ചെയ്യേണ്ട ഒന്ന് ഇപ്പം ഈ കുട്ടികളുടെ ഒരു മെയിൻ ആയിട്ടുള്ള റോൾ മോഡൽസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് അച്ഛനമ്മമാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ്. ഇവർക്കാണൊരു മേജർ റോള് എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് സമയത്ത്. അപ്പോൾ വീട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ അത് ആ കുട്ടീൻ്റെ ക്യാരക്ടറിൽ ബാധിക്കും. ഡെഫിനറ്റ്ലി ആ സ്കൂളിൻ്റെ ഡിസിപ്ലിനും നല്ല സ്റ്റാൻഡേർഡ് സ്കൂളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു കാരണം ഇതാണ്. എഡ്യൂക്കേഷൻ പഠനത്തിന് പുറമെ ആ ഡിസിപ്ലിനിൽ കൂടി നമ്മളെ എല്ലാ മേഖലയിലും നമ്മളെ ഗുണം ചെയ്യും. നമ്മൾ പിന്നീടൊരു ഹയർ സ്റ്റഡീസിനും മറ്റൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിച്ച് വളർന്നു വന്ന അന്തരീക്ഷത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ അന്തരീക്ഷം സ്മൂത്ത് ആവണമെങ്കിൽ ആ പേരൻസ് അച്ഛനമ്മമാരുടെ പെരുമാറ്റ രീതികളൊക്കെ കണ്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉൾപ്പോഴത്തെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഓൾഡർ ഏജിൽ വരുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുക അവരുടെ പേഴ്സണാലിറ്റിനെ തന്നെ ബാധിക്കുമെന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന കൊടുക്കണം. അവരുടെ ആ ഒരു ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ വേണ്ടാതെ ശകാരിക്കുന്നതും നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്നാൽ വേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലതൊക്കെ നമ്മൾ ഉപദേശിക്കണം. പക്ഷെ അത് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഉപദേശിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലൊരു ഇമ്പാക്റ്റ് ചിലപ്പോൾ അവർ നോർമലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ കുറച്ചുകൂടിയും അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും കുട്ടിയുടെ ആൾക്ക്. മറ്റേത് റെസ്റ്റ്ലെസ് മൈൻഡ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ആ സെൻസിൽ കുട്ടിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചോളുന്നില്ല. അപ്പോൾ അതുപോലെ ഒന്ന് പിന്നെ വീട്ടിലെ അച്ഛനമ്മമാർ തന്നെ ഈ വഴക്കിടലും മറ്റും കാണുമ്പോൾ അത് കണ്ട് വളർന്നു വരുന്ന കുട്ടികളിലും ഈ കോൺഫ്ലിക്ട്സുകൾ അച്ഛനമ്മ തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾ അതുപോലെ അവരുടെ പ്രസൻസിൽ വെച്ചിട്ടുള്ള ഈ ലഹരി ഉപയോഗങ്ങൾ ഈ വേർഡ്സ് മിസ്യൂസ് ചെയ്യുക ഈ വൾഗർ വേർഡ്സും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ അവർ ചിലപ്പോൾ നമ്മോട് റിയാക്ട് ചെയ്തില്ലെങ്കിലും അവർ ചില കാര്യങ്ങൾ അവർ തന്നെ സ്വയം പഠിക്കുന്നു. അത് അവർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ തിരിച്ചു ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെടുത്ത് പ്രയോഗിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ധാരാളം കാണാറുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്യുന്നതെങ്കിൽ കുട്ടികളും തന്നെ അതൊക്കെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അവരും പറയുകയും പിന്നെ നമ്മളെങ്ങാനും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആൻസർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അമ്മ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഉപ്പ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, അതുകൊണ്ട് എനിക്കെന്താ ചെയ്താൽ എന്നൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ചിലതിനൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ചിലതൊക്കെ പ്രായമാകുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് അത് സ്വയം ചിന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിലതിനൊക്കെ ഒരു മറ വേണം. ഇപ്പോൾ ഈ ആൽക്കഹോൾ അതുമാതിരി ലഹരി പദാർത്ഥങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അവരുടെ പ്രസൻസിൽ വെച്ചിട്ട് ചെയ്യുന്നത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെയുള്ള ചില കാര്യങ്ങൾ തിരിച്ച് നമുക്ക് റിവേഴ്സ് ചെയ്ത് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്കുള്ള അംഗീകാരം കൊടുക്കുക. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി അവരെ കൂടി ഒരു ചില സമയത്ത് എപ്പോഴും നമ്മളൊരു വെറും ദേഷ്യങ്ങളും മാത്രം കാണിക്കുന്ന ഒരു വ്യക്തി അല്ലാത്ത രീതിയിൽ അവരുടെ കൂടെ തന്നെ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ പല കുട്ടികളും അത് തെറ്റിപ്പോകുന്ന അവസ്ഥ അവരുടെ സ്വഭാവം തെറ്റിപ്പോകുന്നൊരവസ്ഥ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. അതോടൊപ്പം കുട്ടി ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിലുപരി ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് കൂടി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പലപ്പോഴും അവർക്ക് എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ സ്കൂളിൽ നിന്നോ
എന്തെങ്കിലും പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ രക്ഷിതാക്കളോടൊക്കെ പറയാൻ മടിക്കുന്നത് അവരൊരു സൗഹൃദം കൂടി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യും. എസ്പെഷ്യലി പെൺകുട്ടികൾ അമ്മമാരോടൊക്കെ അച്ഛനോടൊക്കെ ചിലപ്പോൾ പറയാൻ മടിയുണ്ടാവും. പക്ഷേ അമ്മമാരോടെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ഒരു സ്പേസ് കിട്ടണം. ആ സ്പേസ് ഒരു ഫ്രണ്ട്ലി സ്പേസ് ആണെങ്കിൽ മാത്രമേ അത് ചിലപ്പോൾ വെന്റിലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ നമുക്കൊരു പരിധിവരെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ കുട്ടികളോട് തന്നെ നമ്മൾ കളവ് പറയരുത് എന്ന് പറയും. പക്ഷെ സ്വന്തം വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മൾ പറയും ആരെങ്കിലും ബെല്ലടിക്കുമ്പോൾ അത് ഇന്ന ആൾ വിളിക്കുകയാണ്, ഇന്ന ആളാണ് വന്നതെങ്കിൽ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്, അച്ഛനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ നമ്മൾ കുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ ആ നമ്മൾ പറഞ്ഞ കമാൻഡ് ചിലപ്പോൾ ഒബേ ചെയ്യും. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആണ് അച്ഛൻ തന്നെ പറയുന്നു കളവും പറയരുത് എന്ന്. ഇപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞില്ലേ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ നമുക്കിനെ തിരിച്ചടിയാവുന്നോണം വരും. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇന്ന് കുട്ടികളിലാണെങ്കിലും കൗമാരക്കാരിലാണെങ്കിലും ഒക്കെ കണ്ടുവരുന്ന തൂക്കാൽ പ്രശ്നങ്ങൾക്കും കാരണം അവർക്ക് പേരൻസുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല എന്നതാണ്. പേരൻസിനോട് തുറന്നു പറയാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. അപ്പം പേരൻറ്റിങ് എന്നത് കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഒരിക്കലും പേരൻറ്റിങ്ങിനെ എത്തിക്കരുത്. നിങ്ങൾ എന്ത് തന്നെ കുട്ടികൾക്ക് ഉപദേശം കൊടുക്കുകയാണെങ്കിൽ കൂടി അത് നിങ്ങൾ സ്വയം ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് തന്നെ കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും കണ്ടുമുട്ടാം. Till then, this is me Shivani signing off. Bye bye.